പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ ഇഡി റെയ്ഡ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. പ്രതിഷേധം വലിയ രീതിയിൽ തന്നെ സംസ്ഥാന വ്യാപകമായിട്ട് നടന്നിരുന്നു. എന്താണ് ഈ ഒരു ഇഡി റെയ്ഡിൽ പൊതുജനങ്ങൾക്ക് പറയാനുള്ളത്? ഒരുപക്ഷെ പൊതുജനങ്ങളുടെ അഭിപ്രായവും എങ്ങനെയായിരിക്കും അത് നോക്കിക്കാണുന്നത് എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. പിണറായി വിജയന്റെ വീട്ടിൽ ഇഡി റെയ്ഡ് നടന്നിരുന്നു. എന്താണ് തോന്നുന്നത്? അത് നല്ല കാര്യമല്ലേ? പിന്നില്ലേ, അതൊക്കെ നമ്മ സത്യസന്ധമായിട്ട് കാര്യം വരട്ടെ. ഒന്നും കിട്ടിയില്ലെന്നാ പറയണത്. ഒന്നുകൂടി ചെക്ക് ചെയ്യട്ടെ, നോക്കാം, ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഇല്ല, കള്ളത്തരം എന്തെങ്കിലും വേണ്ടി കണ്ടി കുടിക്കാലോ. നിയമത്തിന്റെ വഴിക്ക് വരുമ്പോ അറിയാലോ. പക്ഷേ പെട്ടെന്നായിരുന്നു ഒരു മിന്നൽ പരിശോധന. അതെ, വീട് അങ്ങനെ ഇരിക്കുമല്ല. മിന്നൽ നമുക്ക് അറിയിച്ചുകൊണ്ട് ഒരു റെയ്ഡ് നടത്താൻ പറ്റില്ലല്ലോ. ആഭ്യന്തരമന്ത്രിനെ അറിയിച്ചിട്ടില്ലെന്നല്ല മൊഴി പറഞ്ഞ. അവരറിയിക്കാണ്ട് കേന്ദ്രത്തിൽ നിന്ന് നേരത്തെ വന്നേക്കുന്നതാ. പരിശോധിക്കണം. സ്വാഭാവികമല്ലേ, അതീതമല്ല. കഴിഞ്ഞ ദിവസമായിരുന്നു ഇഡിയുടെ ഒരു മിന്നൽ പരിശോധന പിണറായി വിജയന്റെ വീട്ടിൽ നടന്നത്. അതൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ട് തോന്നുന്നുണ്ടോ? തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് അതങ്ങനെ? എന്തെങ്കിലും ഇതുണ്ടായിട്ടാണ് തീരുമാനിച്ചേക്കണം. അവിടെ എന്തെങ്കിലും വിഷയം ഉണ്ടാവും. കാരണം വി.ഡി. സതീശൻ പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷമായിരുന്നു ആ ഒരു മിന്നൽ പരിശോധന നടന്നത്. മുമ്പും അത് നമുക്കറിയില്ല. കണ്ടതിന് ശേഷമാണോ നോക്കത്. പരിശോധന ഉണ്ടായിരുന്ന വിഷയം ഉണ്ടായൊക്കെ ടിവിയിലൊക്കെ കണ്ടാണല്ലോ. എന്താ കാരണം നമുക്കറിയില്ല. പിണറായി വിജയന്റെ വീട്ടിൽ ഇഡി റെയ്ഡ് നടന്നിരുന്നു. അതെ, എന്താണ് തോന്നുന്നത്? അത് നല്ല കാര്യമല്ലേ? പിന്നില്ലേ, അതൊക്കെ നമ്മ സത്യസന്ധമായിട്ട് കാര്യം വരട്ടെ. ഒന്നും കിട്ടിയില്ലെന്നാ പറയണത്. ഒന്നുകൂടി ചെക്ക് ചെയ്യട്ടെ, നോക്കാം, ചിലപ്പോൾ കിട്ടുമായിരിക്കും. അത് തോന്നുന്നില്ല. അതൊക്കെ നല്ല കാര്യമല്ലേ? അതൊക്കെ നല്ല രീതിയിൽ പോണതാണെങ്കിൽ പോട്ടെ. നല്ല എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. വേറെ ആര് ചെക്ക് ചെയ്യാനോ? ഇങ്ങനെ എന്തെങ്കിലും കൊഴാവ് ചെയ്തിട്ടുള്ളവരെ ചെക്ക് ചെയ്യണം, അല്ലാണ്ട് വേറെ ആര്. കഴിഞ്ഞ ദിവസമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ ഇഡി റെയ്ഡ് നടന്നത്. പക്ഷേ കോൺഗ്രസും ബി.ജെ.പിയും കൂടി പ്ലാൻ ചെയ്ത് നടത്തിയതായിരിക്കുമോ, അല്ലെങ്കിൽ അങ്ങനെ നടത്തിയതാണെങ്കിൽ അതൊക്കെ ചുമ്മാ പറഞ്ഞായിരിക്കും. ആളുകൾ അങ്ങനെ പലതും പറയില്ലേ. ഇല്ല, കള്ളത്തരം എന്തെങ്കിലും വേണ്ടി കണ്ടി കുടിക്കാലോ. നിയമത്തിന്റെ വഴിക്ക് വരുമ്പോ അറിയാലോ. ഇല്ല, ഇതിന്റെ ഉള്ളിൽ കേസ് നടക്കുന്നുണ്ടല്ലോ, അന്വേഷണം നടക്കുന്നുണ്ടായല്ലോ. അപ്പൊ അതിന്റെ ഇതായിരിക്കുള്ളൂ. ഇത് ആരായിട്ടും ലിങ്ക് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ പെട്ടെന്നായിരുന്നു ഒരു മിന്നൽ പരിശോധന. അതെ, വീട് അങ്ങനെ ഇരിക്കുമല്ല. മിന്നൽ നമുക്ക് അറിയിച്ചുകൊണ്ട് ഒരു റെയ്ഡ് നടത്താൻ പറ്റില്ലല്ലോ. അറിയിച്ചുകൊണ്ട് നമുക്ക് ഒരു സ്ഥലത്തേക്ക് ഓടിച്ചിട്ട് നമ്മൾ എല്ലാവരും അറിയിച്ചിട്ടാണ് റെയ്ഡ് നടത്തുന്നത്. അപ്പൊ അതിന്റെ വഴിക്ക് നടന്നു മാത്രമേ ഉള്ളൂ. അതിലർത്ഥമില്ല. അതൊക്കെ വെറുതെ പറയുന്നതാണ്. മോദിനെ കണ്ടുകൊണ്ടാണ്, അതൊക്കെ വെറുതെ പറയണതാണ്. അതിന്റെ ആരുമായിട്ടും ഇതില്ല. അവരവരുടെ ജോലി ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇപ്പൊ കോൺഗ്രസ് ആയാലും ബി.ജെ.പി ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്നേ പറയുള്ളൂ. അത് ഇഡിയുടെ പരിശോധന മിന്നൽ പരിശോധന തന്നെ ആയിരിക്കുള്ളൂ. നമുക്ക് നാട്ടിലെല്ലാവരും അറിയിച്ചുകൊണ്ട് ഒരു പരിശോധന നടത്താതിരിക്കാൻ പറ്റില്ലല്ലോ. കണ്ടു കിട്ടിയോ ഇല്ലെന്ന് നമ്മളെ മാധ്യമങ്ങളോ ജനങ്ങളോ അത് അറിയേണ്ട കാര്യമില്ല. അവർക്ക് കോടതിയിൽ അറിയിച്ചാൽ മതിയല്ലോ. പരസ്യമായിട്ട് അത് ഇന്നത് കിട്ടി, അല്ലെങ്കിൽ കോടി കിട്ടി, സ്വർണം കിട്ടി എന്ന് പറയേണ്ട കാര്യമില്ല. നമുക്ക് അറിയിക്കേണ്ട സ്ഥലം കോടതിയാണ്. അതവിടെ അറിയിച്ചാൽ മതി, കിട്ടിയാലും ഇല്ലെങ്കിലും. അതിപ്പോ മാധ്യമങ്ങളെ അറിയിച്ചോട്ടി ഒഴിച്ചേണ്ട കാര്യമില്ല, ജനങ്ങളെ അറിയിക്കേണ്ട കാര്യമില്ല. അറിയിക്കേണ്ട സ്ഥലത്ത് അവര് അറിയിച്ചോട്ടെ. കോടതിയിൽ നിന്ന് അറിയിച്ചോട്ടെ. കോടതിയിൽ നിന്ന് അറിയിക്കണതല്ല അതിന്റെ ശരി. ഇഡി പുറത്ത് പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. അത് കോടതി ചെന്ന് കഴിയുമ്പോ അത് കോടതി പറഞ്ഞോട്ടെ, പരസ്യമായിട്ട് തന്നെ പറയട്ടെ. അതല്ലേ നല്ലത്. ഇല്ല, ആസൂത്രണമല്ല ഇത്. അതിന്റെ അന്വേഷണം നേരത്തെ നടക്കുന്നുണ്ടായിരുന്നല്ല. അതിന്റെ അന്വേഷണം നമ്മള് ചെറുപ്പില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഈ സംഭവങ്ങൾ. അത് അതിന്റെ രീതിയിൽ നടക്കട്ടെ. തെറ്റ് ചെയ്യുമ്പോൾ ശിക്ഷിക്കപ്പെട്ടെ. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. രാഷ്ട്രീയത്തിന്റെ അല്ല, ഇതിനു മുമ്പും ഈ കേസുകൾ നിലവിലുണ്ടല്ലോ. അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് അന്വേഷണം സത്യസന്ധമാണെങ്കിൽ അത് അന്വേഷിച്ച് തെളിയേണ്ടതാണ്. എന്തായാലും നമുക്ക് അറിയില്ല, തെളിവോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. എന്താണെന്നുള്ളത് അറിഞ്ഞിട്ടില്ല. നിയമത്തിന്റെ വഴിക്ക് നടക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അത് ഇതിനു മുമ്പ് ഇഡി അന്വേഷണം വന്നപ്പോൾ റെയ്ഡൊക്കെ നടന്നത് വെളുപ്പിന് തന്നെയൊക്കെ നടന്നിട്ടുണ്ട്. ആദ്യമായിട്ടൊന്നും അല്ല, ഇതിന് മുന്നേ നടന്നിട്ടുണ്ട്. രാഷ്ട്രീയ പ്രേരണയാണെന്ന് അറിയത്തില്ല. എന്തായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പങ്കുണ്ടോ എനിക്ക് അറിയത്തില്ല. എന്തായാലും എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അതിനെ തെളിയിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം.
ഇത് രാഷ്ട്രീയപരമായിട്ട് എനിക്ക് അതിൽ പങ്കെട്ടോ ഇല്ലേ എന്നറിയാമല്ലോ. പിന്നെ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ടിപ്പോൾ കയറിയിട്ട് ഇപ്പോൾ ഒരു മാസം ആകുന്നല്ലേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഈ കേസ് വന്നത് എന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല. കഴിഞ്ഞ ദിവസം അതിന്റെ തലേ ദിവസം മോദിനെ കണ്ടത്. എന്താന്ന് വെച്ചാൽ അവരുടെ മോക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആരോപണങ്ങൾ നേരത്തെ ഉണ്ടായില്ല. അത് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. നേരത്തെ തന്നെ EDയുടെ ഒരു നോട്ടപ്പുള്ളിയായിട്ട് ഇരിക്കണമല്ല. അപ്പൊ പിന്നെ അത് ഇവരുടെ മന്ത്രി സ്ഥാനം മാറിക്കഴിഞ്ഞപ്പോൾ അത് വഴിയൊന്നും ജനങ്ങൾ പ്രതീക്ഷിച്ചാണ്. മുഖ്യമന്ത്രി അല്ലല്ലേ പറയണത്, അത് കേന്ദ്രമല്ലേ ഇടപെട്ടേക്കണം. അപ്പൊ അവരല്ലേ അത് പറയേണ്ടത്. ആഭ്യന്തരമന്ത്രിനെ അറിയിച്ചിട്ടില്ലെന്നല്ല മൊഴി പറയണ. അവര് അറിയിക്കാണ്ട് കേന്ദ്രത്തിൽ നിന്ന് നേരത്തെ വന്നേക്കുന്നതാ. അപ്പൊ അവർക്ക് പറയാൻ പറ്റില്ലല്ലോ. രാഷ്ട്രീയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. തെറ്റിയിട്ടുണ്ടെങ്കിൽ ഇടി പരിശോധിക്കണം. സ്വാഭാവികമല്ലേ, ഇടിക്കും അതീതമല്ല. എല്ലാ ജനങ്ങളും ഇതിന് നിയമത്തിന് അതീതമാണ്. അത് പരിശോധിക്കേണ്ടതാണെങ്കിൽ പരിശോധിക്കേണ്ടതല്ലേ. രാഷ്ട്രീയം എന്തിനാണിത്? ഇപ്പൊ അയാളുടെ മോള് ഒരുപാട് കോഴ മേടിച്ചിട്ടുണ്ടെന്നുള്ളത് തെളിഞ്ഞിട്ടാണുള്ള ഇത് അന്വേഷണം വന്നത്. രാഷ്ട്രീയത്തിന്റെ കാര്യമൊന്നുമില്ല. ഭരിച്ചിരുന്നപ്പോ അത് ആരും അന്വേഷിക്കാനുണ്ടായില്ല. ഭരണം മാറിയപ്പോ ഒരു ആൾക്കാരെ അന്വേഷിക്കാൻ അതിന് ബന്ധമൊന്നുമില്ല. നിയമത്തിന് വഴിക്ക് പോകണല്ലോ, പാർട്ടിയുടെ അതൊന്നുമല്ല. അതൊക്കെ കാണുന്നുണ്ട്. ഇവിടെ കണ്ടോണ്ടിരിക്കുക. ഇവിടം വരെ എത്തും നോക്കട്ടെ, എന്നിട്ട് നമുക്ക് അഭിപ്രായം പറയാം. ഇല്ല, നിലവിലുള്ള ഇത് എങ്ങനെ തീരുമെന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് അഭിപ്രായം പറയാം. ഞങ്ങൾ വാർത്ത കണ്ടപ്പോഴും ഒന്ന് ചോദിക്കുന്ന ആരൊന്നും മിണ്ടുണ്ടായിരുന്നില്ല. പുള്ളിക്കാരൊന്നും തിരിച്ചുകൊണ്ടിരിക്കാന്നല്ലാതെ ഒന്നും പറയുന്നത് മാധ്യമങ്ങൾക്ക് മറുപടി കൊടുക്കാതിരുന്നത്. ഇപ്പം കുറെ നാളായാലും ഇടി ഇവരെ പറയാൻ നടക്കണത്. പിന്നെ അവരെ പറയാൻ നടക്കുന്ന കുറെ നാളെ ഇപ്പൊ 2-3 വർഷമായില്ലേ. എന്തോ സംശയം ഉണ്ടാവിക്കോ. ഒരു പെട്ടെന്നുണ്ടായതല്ല. ഇപ്പൊ കുറഞ്ഞ എനിക്കൊരു 5 വർഷങ്ങളായിട്ടുണ്ട് ഈ മകളുടെ പേരിൽ ഇങ്ങനെ വീട് നടക്കുന്നത്. എന്തെങ്കിലും സംശയമില്ലാതെ അവർ ഇങ്ങനെ ചെയ്യൂലല്ലോ. അതവരുടെ ഒരു സെറ്റപ്പാണല്ലോ, CPM-ന്റെ സെറ്റപ്പാണുള്ളത്. എത്ര പുറത്ത് പോയാലും അവരെന്തെങ്കിലും ആവശ്യം വന്നവരെല്ലാം ഒറ്റക്കെട്ടായിരിക്കും. CPM-ന്റെ ഒരു കഴിവാണത്, നേതാവിന്റെ. അങ്ങനെ വളർന്ന ആൾക്കാരാണുള്ളത്. രാഷ്ട്രീയ പ്രേരിതമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുമോ? അത് നിയമത്തിന്റെ വശങ്ങളല്ലേ. ഹൈക്കോടതി പറഞ്ഞ ഇതിനകത്താണ്, തെളിവിന്റെ ഇതിനകത്തുള്ള ഒരു റെയ്ഡ് നടത്തി. അത് രാഷ്ട്രീയ നിയമത്തിന്റെ ഇത് നോക്കാൻ പറ്റില്ല. ഇതൊക്കെ വെറുതെ വലിയ സങ്കല്പങ്ങളല്ലേ. നമുക്ക് അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ വേറെ വല്ല കേരളത്തിനും എല്ലാം കിട്ടാൻ വല്ല വകുപ്പുണ്ട ഒരുപാട് സംഗതികൾ പണ്ട് ഓഫർ ചെയ്തതാണ് പിണറായി വിജയൻ്റെ കാലത്ത്. 90 ബസ് കിടക്കാമെന്ന് പറഞ്ഞു, ഇലക്ട്രിക്കലിൻ്റെ വണ്ടികൾ അത് വേണ്ടാന്ന് പറഞ്ഞു. അവർ ഒരുപാട് കാര്യങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിരുന്നു. നമ്മൾ മോദിയെ കണ്ടത് ഇതാണ്, ആഭ്യന്തരമന്ത്രിയെ കണ്ടിരുന്നു, മറ്റേ ധനമന്ത്രി ഇവരെ കണ്ടിരുന്നു. അതൊക്കെ നമുക്ക് കിട്ടാവുന്ന കാര്യങ്ങൾ നമ്മൾ വാങ്ങിച്ചെടുക്കുക. അതാണ് ഏറ്റവും ഒരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എൻ്റെ കഴിവ്. കേന്ദ്രത്തിൻ്റെ സഹായം മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. അത് ജനങ്ങൾക്കാണ് അതിൻ്റെ ഗുണേ. അല്ലാണ്ട് വലിയ പ്രൗഢിതവും കാണിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വലിയ ഇതും പറഞ്ഞുകൊണ്ടിരുന്നിട്ടുള്ള കാര്യം. അത് ആസൂത്രണം എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ടുള്ള ഇതിലാണല്ലോ അവർ ചെന്നത്, ആരും അറിയിക്കാതെ. അവരെ കൂടെയുള്ളവർ പോലും അറിയാതെയാണ് അതിൻ്റെ റെയ്ഡ് നടന്നത്. വീട്ടിൽ ചെല്ലുമ്പോഴാണ് വീട്ടുകാർ തന്നെ അറിയണത്. അങ്ങനത്തെ ഒരു റെയ്ഡായിരുന്നെന്നാണ് അറിഞ്ഞത്. അത് ചെയ്യേണ്ട ഒരു ഇതായിരുന്നു. മറ്റേ അതൊരു കേസിൻ്റെ ഇതിനായിരുന്നല്ലോ, KMR-ന്റെ കേസിൻ്റെ ഇതിലായിരുന്നല്ലോ. അങ്ങനെയാണെന്നാണ് അറിഞ്ഞത്. അവിടെ ഒന്നും കിട്ടിയില്ലെന്ന് അവർ ബാങ്കൊക്കെ മരയിപ്പിച്ചിട്ടുണ്ടല്ലോ, ബാങ്ക് അക്കൗണ്ടൊക്കെ മരയിപ്പിച്ചെന്നാണ് അറിവ് കിട്ടിയത്.